ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് നമ്മുടെ 5th മൊഡ്യൂളിൽ പ്രോബ്ലംസിലേക്ക് കിടക്കാം. തിയറി പോർഷൻസ് എല്ലാം ഓവറായിട്ടുണ്ട്. ഇനി പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഈ പ്രോബ്ലംസിലേക്ക് കിടക്കുമ്പോൾ തിയറിയിൽ നിന്ന് നമ്മൾ കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൺക്ലൂഡ് ചെയ്ത് പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് MV ഇൻറ്റു ഡെൽറ്റ സിഗ്മ ബാർ ഇൻറ്റു H നോട്ട് എന്ന് പറഞ്ഞാൽ ക്ലിയർ തിക്നെസ് ആണ് H നോട്ട് എന്ന് പറയുന്നത്. MV എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച് ആണ്. ഡെൽറ്റ ചേഞ്ച് ഇൻ സ്ട്രെസ് പ്രഷർ എന്ന് പറയാം. ദെൻ ഫോർ എ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ ആണെങ്കിൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് വോയിഡ് റേഷ്യോ വഴി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്നുള്ളത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറയാം. പിന്നെ നമ്മൾ കുറച്ച് ഇക്വേഷൻ പറഞ്ഞത് ടൈം ഫാക്ടർ എന്ന് പറഞ്ഞു. ഇതിൻ്റെ തിയറി എല്ലാം ഇന്ന് തന്നിട്ടുണ്ട്, പഠിക്കുക. ടൈം ഫാക്ടർ CV ഇൻറ്റു T/D² എന്ന്. D എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് ആണ്. CV എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ. ടൈം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. TV എന്ന് പറയുന്നത് ടൈം ഫാക്ടർ. അത് ഈ D എന്ന് പറയുന്നത് ഡബിൾ ഡ്രെയിനേജ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. D നമ്മൾ എടുക്കേണ്ടത് ക്ലേയുടെ തിക്നെസ് ബൈ 2 ആണ്. സിംഗിൾ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ D ഈസ് ഈക്വൽ ടു ഡയറക്റ്റ്ലി ക്ലേയുടെ തിക്നെസ് നമുക്ക് എഴുതാം. ദെൻ ഇനി അടുത്തത് U എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണ്. U ലെസ് ദാൻ 60% ആണെന്നുണ്ടെങ്കിൽ TV ടൈം ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ π/4 U² എന്നാണ്. അപ്പോൾ U ഗ്രേറ്റർ ദാൻ 60% എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ടൈം ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ തിയറി പോർഷനിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിൽമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഡ്യൂ ടു ദ ഇൻക്രീസിങ് പ്രഷർ ഓഫ് 30 kN/m² എന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡ് ഹൈറ്റ് ഓഫ് ദി ക്ലേയുടെ മിഡ് ഹൈറ്റ് വരെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ γW തന്നിട്ടുണ്ട്. പിന്നെ ഓൾസോ കാൽക്കുലേറ്റ് സെറ്റിൽമെൻറ്റ് വെൻ ദ വാട്ടർ ടേബിൾ റൈസസ് ടു ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ആദ്യം വാട്ടർ ടേബിളിൻ്റെ കേസിൽ, സെക്കൻഡ് കേസിലാണ് വാട്ടർ ടേബിൾ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രഷർ കണ്ടുപിടിക്കുകയാണ്. ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ സെയിം തന്നെയാണ് ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരു കേസ് വരെ ഉള്ളത് ക്ലേയുടെ സെൻറ്റർ വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലേ ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2.5 ആണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 1.25 വരെയുള്ള പ്രഷർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താണ് 4 × 20 പ്ലസ് 1.25 ഇൻറ്റു ഇവിടെ എന്നുള്ളതിൻ്റെ 18 kN അത് കണ്ടുപിടിക്കുക. ദെൻ മൈനസ് നമ്മുടെ പോർ വാട്ടർ പ്രഷർ. ഇവിടെ വാട്ടർ ടേബിളിൻ്റെ പ്രസൻസ് ഇല്ല, സോ 0 ആണ്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 102.5 kN/m² ആണ്. ദെൻ ഇനി എന്താണ് ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈനൽ സെറ്റിൽമെൻറ്റ് ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. CC / 1 + E0 H നോട്ട് log 10 സിഗ്മ ബാർ പ്ലസ് ഡെൽറ്റ സിഗ്മ ബാർ / സിഗ്മ നോട്ട് ബാർ. അതിൽ സിഗ്മ നോട്ട് ബാർ ആണ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തത്, അത് കിട്ടി. ദെൻ ഡെൽറ്റ സിഗ്മ ബാർ എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇനി ഇൻക്രീസിങ് പ്രഷർ ഓഫ് 30 kN. അപ്പോൾ 30 ആണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ log 10 അതറിയാം. H നോട്ട് എന്ന് പറയുന്നത് ക്ലേയുടെ തിക്നെസ് ആണ്. ക്ലേയുടെ തിക്നെസ് എന്ന് പറയുന്നത് 2.5 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ CC എന്നാണ് പറയുന്നത്. CC നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 0.22 എന്ന്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക /E0 ഗിവൺ ആണ്. അങ്ങനെ നമ്മൾ ഫൈനൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ഓവറാണ്. ദെൻ സെക്കൻഡ് എന്താണ് പറയുന്നത്, ഓൾസോ കാൽക്കുലേറ്റ് ദ സെറ്റിൽമെൻറ്റ് വെൻ ദ വാട്ടർ ടേബിൾ റൈസസ് ടു ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ നമ്മുടെ വാട്ടർ ടേബിൾ ഇവിടെ ഗ്രൗണ്ട് വാട്ടറിലേ ഉണ്ടെന്ന്. അപ്പോൾ മുകളിൽ നിന്ന് തൊട്ട് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ സെയിം എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എന്തായിട്ട് മാറും, സിഗ്മ നോട്ട് ബാർ എന്ന് പറയുന്നത് സിഗ്മ മൈനസ് U എന്ന് പറയും. അതിൽ സിഗ്മ എന്നുള്ളത് നേരത്തെ പോലത്തെ സെയിം തന്നെ 4 × 20 പ്ലസ് 1.25 ഇൻറ്റു 18 വരും. മൈനസ് ഓഫ് എന്തിൻ്റെ കൂടി വരും, പോർ വാട്ടർ പ്രഷർ വരും. അത് ഇവർ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. സിഗ്മ നോട്ട് എന്ന് പറഞ്ഞത് കണ്ടുപിടിച്ചു, പോർ വാട്ടർ പ്രഷറിൻ്റെ വേറെ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് രണ്ടും എഫക്റ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് സിഗ്മ നോട്ട് മൈനസ് U എന്നുള്ള കേസിൽ കണ്ടുപിടിച്ച്. നമ്മൾ ഒറ്റയടിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് മൈനസ് ചെയ്താലും മതി. U എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷറാണ്. അപ്പോൾ 4 × 10 ദെൻ γW എന്ന് പറയുന്നത് 10 ആയിട്ട് എടുക്കുന്നത്. ദെൻ 1.25 × 10 അങ്ങനെ അത് കിട്ടും. രണ്ടിത് മൈനസ് ചെയ്താൽ ഇതായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് വാട്ടർ ടേബിളിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. ദെൻ ഇതേ സെയിം ഇക്വേഷനിൽ ചേഞ്ച് എവിടെ വരുള്ളൂ, ഈ സിഗ്മ നോട്ടിൻ്റെ അവിടെ മാത്രം ചേഞ്ച് വരുള്ളൂ. ചേഞ്ച് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മീറ്റർ തിക്ക് ക്ലേ ലെയറാണ്. അത് ഓവർലൈൻ ബൈ എ പെർമിയബിൾ സ്ട്രാറ്റം ആൻഡ് അണ്ടർലൈൻ ബൈ ഇംപെർമിയബിൾ റോക്ക്. അപ്പോൾ ഡ്രെയിനേജ് എന്ന് പറയുന്നത് സിംഗിൾ ഡ്രെയിനേജ് ആണ്. മേലെ മാത്രമാണ് പെർമിയബിൾ ഉള്ളൂ, താഴെ ഇംപെർവിയസ് ആണ്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോളിഡേഷൻ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് 8 cm ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ഫോർ 80% ഓഫ് ടോട്ടൽ സെറ്റിൽമെൻറ്റ് ടു ബി ടേക്ക് പ്ലേസ്. ഫുൾ ഫൈനൽ സെറ്റിൽമെൻറ്റ് 8 തന്നിട്ടുണ്ട്. നമുക്കിനി 80%ൻ്റെ സെറ്റിൽമെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ
നമുക്ക് തന്ന ഗിവൺ ഡാറ്റകൾ വെച്ച് സി വി തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു സിംഗിൾ ഡ്രെയിനേജ് ആണ്. സിംഗിൾ ഡ്രെയിനേജ് ആണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എച്ച് എന്നാണ് പറഞ്ഞത്, ക്ലേയുടെ തിക്നെസ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എച്ച് ഇവിടെ എത്ര 3 മീറ്റർ തിക്ക് ക്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ദെൻ ഇനി പറയണത് ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് മീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 100% ആയിക്കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് 8 സെൻറ്റിമീറ്റർ എന്നാണ് മീൻ ചെയ്യുന്നത്. സോ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 80% ഡിഗ്രി കൺസോൾട്ടേഷൻ ആകുമ്പോൾ എത്രയായിരിക്കും സെറ്റിൽമെൻറ്റ് എന്നാണ്. അപ്പോൾ ആദ്യം യു 80% ആകുമ്പോൾ ആദ്യം ടൈം ഫാക്ടർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. യു ഈസ് ഗ്രേറ്റർ ദാൻ 60 ആണ് അല്ലേ. യു ഇപ്പോൾ 80% എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 60 ആണ്. അപ്പോൾ ഇക്വേഷൻ ടി വിയുടെ ഇക്വേഷൻ ഇതാണ്. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ടി വി കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ടി വിയുടെ ഇക്വേഷൻ ടി വി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ടി ബൈ ഡി സ്ക്വയർ. അതിൽ നമുക്ക് ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി വി ഇപ്പോൾ നമ്മൾ യു വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു, സി വി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. അത് രണ്ടും വെച്ച് നമ്മൾ ടി വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ടി നമുക്ക് മിനിറ്റിലാണ് കിട്ടുക, നമുക്ക് ഇയറിലായിട്ട് വേണം അത് റെപ്രസെൻറ്റ് ചെയ്യാൻ. സോ ഇതേ ഡിവൈഡ് ബൈ 60 ഇൻറ്റു 24 ഇൻറ്റു 365. അപ്പോൾ നമുക്ക് 3.883 എന്ന് പറഞ്ഞാൽ ഇയേഴ്സിൽ ടി എന്നുള്ളത് കിട്ടും. ദെൻ നമ്മളോട് ഇതൊന്നും പറഞ്ഞേക്കുന്നതല്ല, എത്രയാണ് 80% വരുമ്പോൾ ടോട്ടൽ സെറ്റിൽമെൻറ്റ് എത്രയാണെന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ സെറ്റിൽമെൻറ്റ്, ഫൈനൽ സെറ്റിൽമെൻറ്റ് വിൽ ബി 8 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് 100% യുവിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2.5 സെൻറ്റിമീറ്ററിൽ എത്രയായിരിക്കും യു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് റിക്വയർ ടു 2.5 സെൻറ്റിമീറ്റർ ഒക്കുന്നതാണ്. അപ്പോൾ അത് 8ന് 100 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 2.5 എന്ന് പറഞ്ഞാൽ മറ്റേ പോലെ 100/8 ഇൻറ്റു 2.5. അങ്ങനെ നമുക്ക് എത്ര കിട്ടും 31.25% എന്ന് കിട്ടും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ഓവറായിട്ടുണ്ട്. ദെൻ അടുത്തത് കമ്പ്യൂട്ട് ദ സെറ്റിൽമെൻറ്റ് ദാറ്റ് വുഡ് ഒക്കർ ഇൻ 1 ഇയർ എന്നുള്ള കേസാണ് വരുന്നത്. അങ്ങനെ ഇപ്പോൾ യു ആണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡിറ്റർമൈൻ ദ ടൈം റിക്വയർഡ് ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് 2.5. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2.5-നുള്ള യു എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ആ യു എത്രയാണെന്ന് കിട്ടിയല്ലോ. യു ഇപ്പോൾ കിട്ടിയത് 31.25 ആണ്, അത് ലെസ് ദാൻ 60 ആണ്. സോ ടി വി എന്നുള്ളതിൻ്റെ ഇക്വേഷൻ 5/4 യു സ്ക്വയർ ആണ് അല്ലേ. ഗ്രേറ്റർ ദാൻ 60 ആകുമ്പോഴാണ് മറ്റേ ലോഗിൻ്റെ ഇക്വേഷൻ തന്നെ. ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ ടി വി ഈക്വൽ ടു 5/4 യു സ്ക്വയർ എന്നാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് ടി വി കിട്ടി. ദെൻ ടി വി ഈക്വൽ ടു സി വി ടി ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് ടി കിട്ടി. ടി ഇതേപോലെ തന്നെ മിനിറ്റ് വേണമെങ്കിൽ ഇൻറ്റു 365 എന്ന് പറയുന്നത് നമുക്ക് ഇയറിൽ കിട്ടും. ഇതിപ്പോൾ 365 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. സോ നമുക്ക് ഡേയ്സിലാണ് കിട്ടുക. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഇനിയാണ് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ 1 ഇയറിൽ എത്ര സെറ്റിൽമെൻറ്റ് വരും എന്നുള്ളതാണ്. അപ്പോൾ ടി ഈക്വൽ ടു 1 ഇയർ എന്ന് നമുക്ക് കിട്ടി. ഡയറക്റ്റ്ലി ടി ഈക്വൽ ടു 1 ഇയർ എന്ന് കൊടുക്കാം. ദെൻ ഇനി ഇതിൽ ടി വി നമുക്കറിയില്ല, ഡി സ്ക്വയർ അറിയാം, സി വി ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ടി വി നമുക്കതിൽ നിന്ന് 0.146 എന്ന് കിട്ടി. ദെൻ ഇനി അടുത്ത അഗെയിൻ വീണ്ടും യു കാൽക്കുലേറ്റ് ചെയ്യണം. ടി വി ഇപ്പോൾ 0.146 കിട്ടി കഴിഞ്ഞാൽ യു കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ടി വി ഇൻറ്റു 4/π ചെയ്താൽ മതി. അങ്ങനെ യു കിട്ടി. ദെൻ സെറ്റിൽമെൻറ്റ് കാൽക്കുലേറ്റ്. യു എപ്പോഴും കിട്ടിയിട്ട് നമുക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റ് അറിയാം. ഒരു യു ഇപ്പോൾ യു ഇതിപ്പോൾ 0.4 എന്നുള്ള അല്ലെങ്കിൽ 42.9% അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഫൈനൽ ആ കറസ്പോണ്ടിങ് സെറ്റിൽമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് സെറ്റിൽമെൻറ്റ് കറസ്പോണ്ടിങ് യു എന്നുള്ളത് SF ഇൻറ്റു യു കൊടുത്താൽ മതി. അപ്പോൾ സെറ്റിൽമെൻറ്റ് SF എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ്. ഫൈനൽ സെറ്റിൽമെൻറ്റ് 8 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. യു എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് യു. ഫൈനൽ സെറ്റിൽമെൻറ്റ് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സെറ്റിൽമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് SF ഇൻറ്റു യു. SF എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിൽമെൻറ്റ് 8, യു എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത്. അങ്ങനെ ആ കറസ്പോണ്ടിങ്ങുള്ള യുവിലുള്ള സെറ്റിൽമെൻറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്ലേ ലെയർ 4 മീറ്റർ തിക്കാന്ന് പറയുന്നു. സബ്ജക്റ്റഡ് പ്രഷർ 55 ആണെന്ന് പറയുന്നു. ദെൻ ഡബിൾ ഡ്രെയിനേജ് ആണെന്ന് പറയുന്നത്. യു എന്ന് പറയുന്നത് 50% ആണെന്ന് പറയുന്നു. ഇൻ 1 ഇയറിൽ നമ്മളോട് ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോൾട്ടേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സി വി ഈക്വൽ ടു ടി വി ഡി സ്ക്വയർ ബൈ ടി. അതിൽ ടി വി എന്ന് പറയുന്നത് ടൈം ഫാക്ടറാണ്. അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ടേക്ക് ടി വി
196. ഇനിയിപ്പോൾ അത് തന്നില്ലെങ്കിലും നമുക്ക് യു തന്നിട്ടുണ്ട്. യു എത്ര തന്നേക്കുന്നത്? യു 50% ആണ്. അപ്പോൾ യു <60 ആണ്. അപ്പോൾ π/4 യു സ്ക്വയർ എന്ന് വെച്ച് കണ്ട ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി ടി വി കിട്ടും. ഇപ്പോൾ ഇവർ ടി വി തന്നിട്ടുണ്ട്, സോ നമുക്കത് യൂസ് ചെയ്യാം. ദെൻ ഡി സ്ക്വയർ ഡബിൾ ഡ്രെയിനേജ് ആണെന്ന് പറയുന്നത്. ഡബിൾ ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു h/2 എന്നാണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ക്ലേ ലെയർ. 4/2 എന്ന് പറയുന്നത് 4/2. അപ്പോൾ എന്താണ്? 2. അപ്പോൾ ആൻസർ 2 ആണ്. അപ്പോൾ ഡിയിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2 ആണ്. 2 സ്ക്വയർ ഡിവൈഡ് ബൈ 1 ഇയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ D = 1. അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് CV കിട്ടി. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി ഈസ് 0.020 ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമൈൻ ദ സെറ്റിൽമെൻറ്റ് ഇൻ 1 ഇയർ. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ പെർ യൂണിറ്റ് ഏരിയ ഇൻ 1 ഇയർ. അതും റേറ്റ് ഓഫ് ഫ്ലോയും കണ്ടുപിടിക്കണം, സെറ്റിൽമെൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്കിനി സെറ്റിൽമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി K എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 0.020 എന്ന് തന്നിട്ടുണ്ട്. ദെൻ CV കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് K/MV × γW. അത് പഠിക്കണം. ദെൻ K അറിയാം, MV എന്ന് പറയുന്നത് നമുക്കറിയില്ല, γW എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, അത് നമുക്കറിയാം. CV നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ഇവിടുന്ന് MV എന്ന് കിട്ടും. ദെൻ ഫൈനൽ സെറ്റിൽമെൻറ്റ് യൂസിങ് MV വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. SF is equal to ഫൈനൽ സെറ്റിൽമെൻറ്റ് യൂസിങ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം SF = MV ഡെൽറ്റ സിഗ്മ × H0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ നമുക്ക് MV നമുക്ക് കിട്ടി. സോ SF = MV H0 × ഡെൽറ്റ സിഗ്മ. MV എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി എഴുതാം. ദെൻ H0 എന്ന് പറയുന്നത് ക്ലേയുടെ തിക്നെസ് ആണ്, അത് 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 4 എഴുതാം. ദെൻ ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നത് ഇവിടെ ഒരു സബ്ജക്റ്റ് കൊടുത്തിയ പ്രഷർ ഓഫ് 55 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രഷറിനെയാണ് ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നത്. സോ അത് 55 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഫൈനൽ സെറ്റിൽമെൻറ്റ് കിട്ടി. ഫൈനൽ സെറ്റിൽമെൻറ്റും യുവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറസ്പോണ്ടിങ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫൈനൽ സെറ്റിൽമെൻറ്റ് ഇൻറ്റു യു. ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് 0.572 ഇൻറ്റു യു എന്ന് പറയുന്നത് എത്രയാണ്? 50% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50% 0.5 എന്ന് ആക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ സെറ്റിൽമെൻറ്റും യുവും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് SF × U. SF × U. അങ്ങനെ നമുക്ക് സെറ്റിൽമെൻറ്റ് ആഫ്റ്റർ 1 ഇയർ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് പറയണത് നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടറാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം യു എന്ന് പറയുന്നത് <60% ആണെന്നുണ്ടെങ്കിൽ TV എന്ന് പറയുന്നത് എന്താണ്? π/4 U സ്ക്വയർ എന്നാണ്. TV = π/4 U സ്ക്വയർ എന്നാണ്. അപ്പോൾ TV എന്ന് പറയുന്നത് എന്താണ്? യു പ്രൊപ്പോർഷണൽ ടു √TV എന്ന് വരും. അത് √TV ഓൾസോ നമുക്ക് എന്ത് പറയാം? ടൈം T എന്ന് പറയുന്നതും അതുപോലെ തന്നെ യു പ്രൊപ്പോർഷണൽ ടു √T എന്ന് പറയാം. അപ്പോൾ അങ്ങനെ √T ഇതിനോട് പ്രൊപ്പോർഷണൽ ആണെങ്കിലും സെറ്റിൽമെൻറ്റിനോടും അതുപോലെ തന്നെ അത് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അപ്പോൾ ഈ യു <60% യു പ്രൊപ്പോർഷണൽ ടു √T എന്നും പറയാം. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു √T എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ S പ്രൊപ്പോർഷണൽ ടു √T ആണെന്നുണ്ടെങ്കിൽ S പ്രൊപ്പോർഷണൽ ടു S സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയാം. സോ ഇതിന് നമുക്കൊരു കോൺസ്റ്റൻ്റ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ T = CS സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ഈ സിയുടെ വാല്യൂ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം. T 1 ഇയർ ആവുമ്പോൾ ഉള്ള സെറ്റിൽമെൻറ്റ് നമ്മളിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ T 1 ഇയർ 1 കൊടുക്കുക, C അവിടെ തന്നെ നിർത്തുക. S സ്ക്വയർ എന്ന് പറയുന്നത് 0.28 സ്ക്വയർ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 12.22 എന്ന് കിട്ടും. സോ നമ്മൾ ഈ ഇക്വേഷനിൽ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T = CS സ്ക്വയറിൽ ആ സിയുടെ വാല്യൂ T = 12.226 × S സ്ക്വയർ എന്നിട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഇക്വേഷൻ കിട്ടി. ദെൻ ഇതിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാണ്. Tക്ക് 1 ഇയർ എന്നുള്ള 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിനെ ഡെറിവേറ്റ് ചെയ്യുക 2S × ds/dt. ഈ ds/dt ആണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെ ds/dt കിട്ടാനായിട്ട് 1 / 12.26 × 2S. S എന്ന് പറയുന്നത് നമുക്കറിയാം 0.286. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ കിട്ടി 0.143 മീറ്റർ/ഇയർ എന്നുള്ളത്. ഇതാണ് റേറ്റ് ഓഫ് ഫ്ലോ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന യൂണിറ്റ് ഏരിയ, ഇതിപ്പോൾ 2 ഫേസിലെ കേസാണ്. നമ്മളിനി ഒരു സിംഗിൾ ഫേസിലുള്ള കേസ് വരുമ്പോൾ ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഏരിയ പെർ സർഫസ്, 2 സർഫസിൻ്റെ കേസിലുള്ളതാണ് നമുക്ക് ആ ഡിസ്ചാർജ് കിട്ടിയത്. അപ്പോൾ ഒരു സിംഗിൾ സർഫസിൻ്റെ കേസ് വരുമ്പോൾ /2. മറ്റേത് ഇത് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇതൊന്നും കൂടി ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സർഫസിൻ്റെ എന്നുള്ളത് /2 ചെയ്തിട്ടുള്ള വാല്യൂ ആണ്.